ശയാനം ഇമം ഉത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാണി ആത്മന്യാഹിതം കർമ്മ ഭുങ്ക്തേ താദൃശേന ഇതരേണവ. ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് സ്വപ്നത്തിൽ ഞാൻ പോയത് അല്ലേ? ഈ ശരീരം കൊണ്ട് പോയില്ലല്ലോ. സ്വപ്നത്തിൽ ഞാൻ പോയത് ഈ ശരീരം ഉപേക്ഷിച്ചു. മുമ്പേ രാജാവ് നാരദനോട് ചോദിച്ചു, ഇതാണ് ശരീരം ഉപേക്ഷിച്ച് പോയാൽ പിന്നെ കർമ്മം ചെയ്യാൻ പറ്റുമോ? അങ്ങനല്ലേ നിങ്ങൾ സ്വപ്നത്തിൽ ചെയ്യുന്നത്? ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയിട്ടല്ലേ ഈ കർമ്മമൊക്കെ ചെയ്യുന്നേ. പക്ഷെ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ ശ്വസിക്കുന്നുണ്ട്, അതില്ലാതിരിക്കാൻ പറ്റില്ല. അതാണ് ശ്വസൻ. ശയാനം ഇമം ശരീരം ഉത്സൃജ്യ, ശയിക്കുന്ന ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ശ്വസന്തം പുരുഷോ യഥ, ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പുരുഷനെ പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പം എന്താണ്, ഈ ശരീരമില്ലെങ്കിലും എന്ത് ചെയ്യാം? കർമ്മം ചെയ്യാം. എന്നല്ലേ കിട്ടിയേ? ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണോ സ്വപ്നം? അതൊരു കർമ്മമല്ലേ, മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മമല്ലേ. എവിടെയൊക്കെ കറങ്ങിയടിച്ച് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു. ഇത് സത്യമല്ലായിരിക്കും, പക്ഷേ ചെയ്യുന്നുണ്ടല്ലോ. ഇത് എന്താണ്, വ്യാവഹാരിക ദശയിൽ മാത്രമേ ഉള്ളൂ, പാരമാർത്ഥിക ദശയിലില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? അത് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം മനസ്സിൻ്റെ ഒരു കർമ്മമാണ് ഈ സ്വപ്നം. ഇനി സുഷുപ്തിയിലേക്ക് എത്തുമ്പോൾ, അപ്പം ജാഗ്രത്തിൽ ഞാൻ പലതാകും അല്ലേ? ജാഗ്രത്തിൽ ഞാൻ പലതാകും. ഞാൻ കുട്ടിയാകും, വിദ്യാർത്ഥിയാകും, അധ്യാപകനാകും, സഹോദരിയാകും, സഹോദരനാകും, മാതാവാകും, പിതാവാകും, മുത്തശ്ശനാകും, മുത്തശ്ശിയാകും, ഡ്രൈവറാകും ഇല്ലേ? പിടിച്ചു പറിക്കാരനാകും, തങ്ങളിത്തലുണ്ടാക്കുന്ന എന്തൊക്കെയാകും. ജാഗ്രത ഞാൻ പലതാകും. എല്ലാവരും അങ്ങനെയാണ്, ഒരാളായിട്ട് നിൽക്കില്ല. ജാഗ്രതത്തിൽ ഞാൻ പലതായിട്ട് നിലനിൽക്കും. സ്വപ്നത്തിൽ ഞാൻ രണ്ടാകും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ, സ്വപ്നം അനുഭവിക്കുന്ന ഞാൻ. അങ്ങനെയല്ലേ രണ്ടാകുന്നത്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനുണ്ട്, സ്വപ്നം അനുഭവിക്കുന്ന ഞാനുമുണ്ട്. ഞാൻ പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന ആര് കണ്ടു? ഞാനല്ലേ കണ്ടത്. അപ്പം പെട്ടിയിൽ ആര് കിടപ്പുണ്ട്? ഞാനും കിടന്നു. അപ്പം ഞാൻ എന്തായി? രണ്ടായി അല്ലേ? അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അനുഭവിച്ചിരുന്നത്. ജാഗ്രതയിൽ ഞാൻ പലതായി, സ്വപ്നത്തിൽ ഞാൻ രണ്ടായി, സുഷുപ്തിയിൽ ഞാൻ ഒന്നായിട്ട് ഇല്ലാണ്ടാവും. സുഷുപ്തി നല്ല ഉറക്കമല്ലേ? ഞാൻ സുഖമായി ഉറങ്ങുന്നു എന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഉണരുമ്പോൾ അറിയാം. ഉണർന്ന് കഴിയുമ്പോൾ പറയും, ഇന്നലെ ഞാൻ രാത്രി സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അതെ, ഒന്നും അറിയാതെ ഞാൻ എന്ത് ചെയ്തു? ഉറങ്ങി. അപ്പോഴെന്തുണ്ട്? ശ്വാസം മാത്രമുണ്ട്. ശ്വസിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഞാൻ ഉറങ്ങി എന്ന് എനിക്ക് എന്ത് ചെയ്തില്ല? അറിയത്തില്ല. അപ്പം ഞാനെവിടെ പോയി? എൻ്റെ ബുദ്ധി എവിടെ പോയി? മനസ്സെവിടെ പോയി? ഇല്ലേ? ഇന്ദ്രിയങ്ങളെവിടെ പോയി? ശരീരം പോയി? എല്ലാം പോയില്ലേ? അപ്പം ഈ സുഷുപ്തിയിൽ ഞാനുണ്ട് എന്നുള്ള ബോധത്തെ കൂടി ഉറക്കി. ഞാനുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടല്ലോ, അതിനെയും കൂടി സുഷുപ്തിയിൽ എന്ത് ചെയ്തു? ഉറക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഞാനുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഉണ്ട്, ഞാൻ അടക്കിടന്ന് ഉറങ്ങുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഉണർന്നെങ്കിലേ ഞാൻ അറിയുന്നുള്ളൂ ഞാൻ ഉറങ്ങിയെന്ന്. അപ്പം എൻ്റെ ശരീരം പ്രവർത്തിക്കത്തില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. മനസ്സൂല അവിടെ ഇല്ല. ഇതൊന്നുമില്ലാതെ ഞാൻ ഒരു സുഖാനുഭവത്തിലാണ്. സുഖമായി ഉറങ്ങിയെന്നല്ലേ അറിഞ്ഞത്. ഇതൊരു സുഖമാണ് ഞാൻ അനുഭവിച്ചത്. രാത്രിയിൽ 4-5 മണിക്കൂർ പോയത് അറിഞ്ഞേയില്ല, സുഖമായി ഉറങ്ങി. ഈ ഒരു ആനന്ദാവസ്ഥ നമ്മൾക്ക് മോക്ഷത്തിലേക്ക് പോകാനൊരു വഴിയാണ്. ഓരോ ദിവസവും സുഖമായി ഉറങ്ങാൻ പറ്റിയാൽ, ഗുളിക കഴിക്കാതെ സുഖമായി ഉറങ്ങാൻ പറ്റിയാൽ, അത് അറിയാതെ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് വേണ്ട വഴിയാണ് ഈ സുഖമായ ഉറക്കം. പക്ഷേ സുഷുപ്തിയുടെ ദോഷം ഉണരും. ഉണർന്ന് വീണ്ടും തിരിച്ചു വന്നാൽ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, അസൂയ, ഡംബ് ഇവരൊക്കെ കൂടെ വരും. ഇവരെല്ലാം ഉറങ്ങിയില്ലേ? ഇവരെല്ലാം ഉറക്കിക്കിടത്തിയിട്ടാണ് ഞാൻ സുഖമായി എന്ത് ചെയ്ത് അനുഭവിച്ചത്. ഉറക്കത്തിൽ ദേഷ്യം വന്നോ? ഇല്ല. ഉണർന്ന് എഴുന്നേറ്റപ്പോഴോ? അപ്പം ദേഷ്യം വന്നില്ലേ? അല്ലേ? ഉണർന്ന് എഴുന്നേറ്റപ്പോൾ എന്താ തന്നെ ചുറ്റും നിൽക്കുന്നുള്ളോ, അടുത്ത് നിൽക്കുന്നുള്ളോ, അല്ലെങ്കിൽ ഭാര്യയോടോ, ഭർത്താവിനോടോ, മക്കളോടോ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നില്ലേ? അപ്പോൾ ഇത്രയും നേരം ഇതിനെയൊക്കെ ഉറക്കിക്കിടത്തായിരുന്നു.
അപ്പം ഉണരുമ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എന്താണ് ദീർഘകാലം. ഇതിൻ്റെ അപ്പുറത്തെ വേദാന്തം മറ്റൊരവസ്ഥക്കൂടെ പറയും. ഇത് തുരീയം. ജാഗ്രൽ, സ്വപ്നം, സുഷുപ്തി, നാലാമത്തെ അവസ്ഥയാണ് തുരീയം. ആ തുരീയ അവസ്ഥയിൽ വീണ്ടും ഉണരില്ല. ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ പോവുക. അതിൻ്റെ പേരാണ് നാലാമത്തെ തുരീയം എന്നുള്ള അവസ്ഥ. അവിടെയാണ് മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ തിരിച്ചു വരുന്നത് നമുക്ക് മോക്ഷം കിട്ടില്ല. സുഖമായി ഉറങ്ങി, പക്ഷേ എന്തു ചെയ്യും? തിരിച്ചു വരുമ്പം പിന്നെ ദുഃഖമായില്ലേ? ഈ ഇത്രയും മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി വീഴും പോയി. തലവേദനയില്ല, മനസ്സിന് വേദനയില്ല, ഒന്നുമില്ല. എത്ര സുഖമായിരുന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വീണ്ടും വന്നില്ലേ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ എന്താണ് ഇതുകൊണ്ടാണ് ഈ നാലവസ്ഥയെക്കുറിച്ച് വേദാന്തം നന്നായിട്ട് ചർച്ച ചെയ്യും. മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. നമ്മൾ ജാഗ്രതയിൽ നിൽക്കും, സുഷുപ്തി അല്ല, സ്വപ്നത്തിൽ പോകും, പിന്നെന്താ തുരീയത്തിൽ പോകും. അല്ല, സുഷുപ്തി പോകും, തുരീയത്തിലേക്ക് പോകില്ല. ഈ മൂന്നും കൊണ്ട് നമ്മൾ തിരിച്ചു വരും. വീണ്ടും നമ്മൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, വീണ്ടും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ തന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സ്വപ്നാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. സ്വപ്നം രണ്ടാകുന്നു. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അനേക തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്ഥൂലദേഹം പ്രധാന കാരണമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് സ്വപ്നം ദൃഷ്ടാന്തം പറഞ്ഞത്. സ്വപ്നം ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഉറങ്ങുന്ന പുരുഷൻ ജീവിച്ചിരിപ്പുണ്ട്, ജീവസാന്നിധ്യമുണ്ട്. പക്ഷേ ജാഗ്രത അവസ്ഥയിൽ പ്രവൃത്തിയിൽ എന്താണ് ഏർപ്പെട്ടത് സ്ഥൂല ശരീരമാണെങ്കിൽ സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരമാണ്. അത്രയുള്ളൂ വ്യത്യാസം. സൂക്ഷ്മ ശരീരത്തിൽ കൂടിയാണല്ലോ ഞാനിതെല്ലാം അനുഭവിച്ചു പോകുന്നത് മുഴുവൻ. കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും സ്വപ്നം സത്യമല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം സ്വപ്നം എന്താണ്? സത്യമാണ് അല്ലേ? ഞാൻ ഈ പെട്ടിക്കകത്ത് കിടക്കുന്ന കാണുന്ന അത്രയും സമയം സത്യമാണ്. ഉണരുമ്പോഴേ അറിയത്തുള്ളൂ ഈ കണ്ടത് എന്തായിരുന്നു? അസത്യമായിരുന്നു, ഇത് വെറുതെ ആയിരുന്നു. ഞാൻ എങ്ങും പോയില്ല, അമേരിക്കയിൽ പോയില്ല, ഭക്ഷണം കഴിച്ചില്ല, പ്ലെയിനിൽ കയറിയില്ല, ഞാൻ ഇവിടെ തന്നെയാണ്, എൻ്റെ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പക്ഷേ സ്വപ്നത്തിലൂടെയൊക്കെ പോയില്ലേ? അതൊക്കെ പോയി വരും. പക്ഷേ അതെന്താണ്? അത് ഈ സൂക്ഷ്മ ശരീരം കർമ്മം ചെയ്യുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. ആര്? സ്വപ്നം. നമുക്ക് സ്വപ്നം തന്നിട്ടില്ലേ? ജാഗ്രത തന്നു, സ്വപ്നം തന്നു, സുഷുപ്തിയും തന്നു. എന്തിനാ ഈ സ്വപ്നം തന്നെ? ഇത് വേണ്ടായിരുന്നല്ലോ. സ്വപ്നം കാണുക വേണ്ട, സുഷുപ്തി മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞാലോ? ഇല്ലല്ലോ. ഇത് ആർക്കുണ്ട്? മനുഷ്യ ജീവിതത്തെ അനുഭവങ്ങളിൽ ഒന്നാണ്, മുടങ്ങാതെ വരുന്നൊരു അനുഭവത്തിലൊന്നാണ്. അപ്പോൾ എന്താണ്? സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കുന്ന കർമ്മമാണ് സ്വപ്നത്തിൽ. ഈ കാരണശരീരത്തിൽ കർമ്മമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുക. കാരണശരീരം കർമ്മം ചെയ്യുന്നു എന്ന് സ്ഥാപിക്കാൻ എന്താണ്? ജാഗ്രതയിലെ പറഞ്ഞു, സുഷുപ്തിയിലെ പറഞ്ഞു. അപ്പോൾ സുഷുപ്തി കൊണ്ട് നമുക്ക് ബോധ്യമാകും എന്താണ്? ഞാൻ ഇവിടെ കിടന്നുറങ്ങിയാലും എനിക്ക് എന്ത് ചെയ്യാം? ധാരാളം കർമ്മങ്ങൾ സൂക്ഷ്മമായി എൻ്റെ ഈ മനസ്സുകൊണ്ട് കർമ്മം കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലൂടെ കർമ്മം ചെയ്യുന്നുള്ളത് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ആ കർമ്മഫലങ്ങളെ എന്താണ്? സ്ഥൂല ശരീരത്തിൻ്റെ ഓർമ്മയില്ലാതെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ സ്വപ്നത്തിൽ ഓരോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു സ്ഥൂല ശരീരവുമായിട്ടുള്ള സംബന്ധം അതിനില്ല. ഏതിനില്ല? സ്വപ്നത്തിനില്ല. അത് സ്ഥൂല ശരീരം ഇവിടെ കിടക്കുന്നു മാത്രമേ. അതുകൊണ്ട് ഈ സൂക്ഷ്മമായ ഉപാധി, അതാണ് ശരീരം, സൂക്ഷ്മമായ ഒരു ഉപാധിയെ സ്വീകരിച്ചിട്ടാണ്. അങ്ങനെയുള്ള അതിനെ മരണാനന്തരവും ലിംഗശരീരത്തോട് ചേർന്ന് പുണ്യപാപങ്ങളെ അനുഭവിക്കാൻ പറ്റും. മരണം വരെ സ്വപ്നത്തിലാണ്. മരണ അനന്തരവും എന്തു ചെയ്യാൻ പറ്റും? ഈ സ്വപ്നം പോലെ തന്നെ ഈ എന്താണ്? ഈ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിൻ്റെ കാരണാവസ്ഥയിൽ എന്തു ചെയ്യാൻ പറ്റും? പുണ്യപാപങ്ങൾ എന്ന ഫലം. സ്വപ്നമല്ല അവിടെ അനുഭവിക്കുന്നത് എന്താണ്? പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം. അതിൽ പാപമാണ് അനുഭവിക്കുന്നതെങ്കിൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും, പുണ്യമാണെങ്കിൽ മുകളിലോട്ട് അനുഭവം പറ്റും. ഇത് അനുഭവിക്കാനുള്ള കാരണമാണ് ഏത്? കാരണശരീരം. അപ്പോൾ കാരണശരീരം പുണ്യപാപങ്ങൾ അനുഭവിക്കുന്നു, അതുറപ്പാണ്. പക്ഷേ അത് ചെയ്ത കർമ്മം എവിടെയായിരുന്നു? ജാഗ്രതയിൽ. ജാഗ്രതയുടെ കർമ്മത്തിൻ്റെ ഫലം വാസന രൂപത്തിൽ പോയി എവിടെയാണ് അനുഭവിക്കുന്നത്? കാരണശരീരത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം അവിടെയായിരുന്നു, ജനമേജ ഇതെങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നായിരുന്നു. അതിന് ഉദാഹരണം ചെയ്ത് ഇന്ന് തിരില്ല, ഇനി ഉദാഹരണമുണ്ട്.
ഓരോ ഉദാഹരണത്തിൽ കൂടി നിങ്ങളെ ഉറപ്പിക്കുകയാണെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദാഹരണം പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഉദാഹരണം പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ നിത്യേന അനുഭവിക്കുന്ന സ്വപ്നം എന്നൊരു ഉദാഹരണമായിട്ട് എന്നെ ബന്ധിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി തെളിമ കിട്ടി. മുഴുവൻ മനസ്സിലായില്ല, കുറച്ചുകൂടി തെളിമ കിട്ടി, അത്രേ ഉള്ളൂ. മുഴുവൻ മനസ്സിലായില്ല, അതെനിക്കറിയാം, അതിന് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുണ്യഭാവങ്ങളെ അനുഭവിക്കാൻ അതൊരു കാരണമായിത്തീരുന്നു എന്ന്. അതുകൊണ്ടാണ് ശരീരത്തെക്കുറിച്ച് ഞാനെന്നും അതുപോലെ എന്താണ് ഈ ഞാൻ അവിടെ ജനിച്ചവനാണെന്നും ഇന്ന കർമ്മം ചെയ്യുന്നവനാണെന്നും ഒക്കെ നമ്മൾ അഭിമാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ അവരോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെ അഭിമാനിക്കുന്ന ഒരു ലിംഗശരീര ബന്ധം ഉണ്ട്. അതാണ് പുനർജന്മത്തിന് കാരണം. ആ ലിംഗശരീര ബന്ധമാണ് പുനർജന്മത്തിന് കാരണമായിരിക്കുന്നത്. ഇത് കഠോപനിഷത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയാം. കഠോപനിഷത്തിൻ്റെ ചോദ്യം തന്നെ ഇവിടെയാണ്. ഏയം പ്രേതേ വിജിഗിൽഫ മനുഷ്യേ അസ്ഥീത്യേകേ നായമസ്ഥീതി ചെയ്യേ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് ചിലരെ ഇല്ലെന്ന് ചിലരെ. ഇല്ല, ഏതാ സത്യം? അസ്ഥീത്യേകെ ഉണ്ടെന്ന് ചിലര്, നായമസ്ഥീതി ഏകെ വേറെ ചില ഇല്ല, മരിച്ചാൽ തീർന്നു ഇനിയൊന്നുമില്ല എന്ന് വേറെ ചില. അല്ല, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് ചിലര്. ഇതിൻ്റെ സത്യം എനിക്ക് പറഞ്ഞു തരണം നചികേതസ് യമധർമ്മനോട് ചോദിക്കാം. അങ്ങേരല്ലേ മരിച്ചതിന് ശേഷം ആൾക്കാരെ കൊണ്ടുവന്നേ? എവിടോട്ടാണ് കൊണ്ടുവന്നത് കൃത്യം അറിയാൻ പറ്റില്ല. വേറെ ആരോട് ചോദിച്ചാൽ? അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് തന്നെ ചോദിക്കുന്നത്. അങ്ങയുടെ ഉത്തരം പറഞ്ഞതേ പറ്റുള്ളൂ. മരിച്ചതിന് ശേഷം മനുഷ്യനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വ്യക്തമായൊരു ചോദ്യം. കഠോപനിഷത്തിന് മുഖ്യ വിഷയമല്ല. നല്ല രസകരമായ ഒരു ഉപനിഷത്താണ്. നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഉപനിഷത്താണ്. അതിൻ്റെ മറുപടിയാണ് കഠോപനിഷത്തിലെ 6 അധ്യായം മുഴുവൻ. ഇനി അങ്ങോട്ട് നീങ്ങുന്ന 6 അധ്യായങ്ങൾ മുഴുവൻ ഇതിൻ്റെ മറുപടിയാണ്. അസ്ഥി എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. ഉണ്ടെന്ന് ജീവിതേ എനിക്ക് നിന്നെ കാണാവുന്നതുപോലെ സ്പഷ്ടമായി എന്താണ് മരണശേഷവും ഈ ആത്മാവ് ഈ ശരീരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാരണശരീരമായിട്ട് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞത്. ഇതിന് ഉത്തരവൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജോലി അതല്ല. എൻ്റെ ജോലി മരിപ്പിച്ച് കൊണ്ടു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉപകരണമാണ്, ജോലിക്കാരനാണ് എന്നൊക്കെ ഒത്തിരി യമധർമ്മൻ പറഞ്ഞ് ഉഴപ്പി നോക്കും ഉത്തരം പറയാതിരിക്കാൻ. ഇത്രയൊക്കെയുള്ള എൻ്റെ ജോലി. ബാക്കിയൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുന്ന ആളുകളാണ്, ഈശ്വരൻ്റെ കയ്യിലാണ്. പിന്നെ ബാക്കി നിശ്ചയിക്കുന്നതൊക്കെ അവരാണ്, എൻ്റെ കയ്യിലല്ല. ഞാൻ ഈശ്വരൻ്റെ കയ്യിലൊരു അഷ്ടദിക്പാലകളിൽ ഒരാളാണ്. ആര്? യമൻ അല്ലേ? തെക്കേ ദിക്കിൻ്റെ അധിപതിയാണ്. എൻ്റെ ജോലി അത്ര മാത്രമേ ഉള്ളൂ. എടോ ഇവരെയൊക്കെ കൊണ്ടുവരാൻ വന്ന് കൊണ്ടുവന്നു, എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് കൊണ്ടുവന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ നൈകാസം സമ്മതിക്കില്ല. ഇതിൻ്റെ ഉത്തരം കിട്ടിയേ ഞാനിരുന്ന് പോകത്തുള്ളൂ എന്ന് വാശി പിടിച്ചപ്പോഴാണ് ബാക്കി മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞത്. ആത്മാവിൻ്റെ അസ്തിത്വം സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം. അവിടെ ഈ പുനർജന്മത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയും. ആ ഒരു ഭാഗം ഇന്നത്തെ കുറേ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഉപനിഷത്തുനിന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് എൻ്റെ ക്ലിയറായിട്ട് കിട്ടാൻ പറ്റും. അതുകൊണ്ട് കർമ്മ ആത്മനി ആഹിതം ഭുങ്ക്തേ താദൃശേന ഇതരേണവ. ഇതേപോലെ തന്നെയാണ് ഇപ്പം ഈ സ്വപ്നലോകത്തിൽ എങ്ങനെ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുവോ താദൃശേന അതേപോലെ ഇതരേണവ. ഇതരം അർത്ഥം മറ്റേത് കൊണ്ട്. ഏത്? അന്യലോകത്തിൽ കാരണശരീരം കൊണ്ടും കർമ്മം ചെയ്യും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ കാരണശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്ന ഉറപ്പാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എവിടെയായിരുന്നു? എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? കർമ്മം ചെയ്യണമെങ്കിൽ ഈ ശരീരം വേണ്ടതായിരുന്നു. എടോ ഈ ശരീരമൊന്നും വേണ്ട. ഈ ശരീരം ഇല്ലാതെ താനിപ്പം ചെയ്തില്ലേ? എന്താണ് സ്വപ്നത്തിൽ? അത്രയും ഉറപ്പാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ കാരണം കൊണ്ട് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. അത് പ്രത്യക്ഷമല്ല, പരോക്ഷമല്ല, രണ്ടുമല്ലാത്ത ഒരനുഭവമാണ്. ആ അനുഭവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാരണശരീരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കർമ്മഫലങ്ങളുടെ തോതനുസരിച്ചിട്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത്. അവിടെ എന്താണ്? അവിടെ പുണ്യകർമ്മങ്ങളാണെങ്കിൽ ഉദ്ഗതിയിലേക്ക് പോയി മോക്ഷാവസ്ഥയിലേക്ക് പോകും. അല്ല എങ്കിൽ വീണ്ടും തിരിച്ച് ഈ ജന്മം എന്താണ് ഇവിടെ പല ജന്മങ്ങളിലാണ്. അതിൻ്റെ തോതനുസരിച്ചിട്ടാണ്. ധാരാളം എന്താണ് ദുഷ്കർമ്മങ്ങളാണെങ്കിൽ വീണ്ടും വല്ല മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് പോയിട്ട്, ഇനിയല്ല കുറച്ചേ ഉള്ളൂ ദുഷ്കർമ്മം. ഏറെ സൽക്കർമ്മമാണെങ്കിൽ ഒരു 10, 20, 30, 40 വർഷം വേണ്ട ഒരായുസുള്ള മനുഷ്യത്തിൽ എളുപ്പം എന്താ അത്രയും മതി. അതുകൊണ്ട് തീരും. വാസന ഒടുങ്ങാറ്. അതനുസരിച്ച് നമുക്ക് ഈ ആയുസ് നിശ്ചയിക്കുന്നത്. ചിലർക്ക് വളരെ എളുപ്പമാണ്, ചിലർക്ക് കുറച്ച് കൂടുതലാണ്, ചിലർക്ക് കുറച്ച് കൂടുതലാണ്.
അത് ഈ കാരണശരീരത്തിൻ്റെ കർമ്മഫലങ്ങളുടെ തോതനുസരിച്ചാണ് അവർ നിശ്ചയിക്കുന്നത്. ഇതൊന്നും ആരും ചെയ്യിക്കുന്നതല്ല, അവരവർ തന്നെ ചെയ്യുന്നതാണ്. അത് ഈ കർമ്മശരീരം തന്നെ ചെയ്യുന്ന, അതിനെ നീന്തി ചെയ്യിക്കാൻ ഒരാളൊന്നും ഇരിപ്പില്ല, ഒരു ഓഫീസറൊന്നും ഓടില്ല. ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഇതിൻ്റെ കണക്കെടുക്കുക ഒന്നുമില്ല. ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത്ര വിസ്തരിച്ച് പരലോകത്തെക്കുറിച്ച് പറയാൻ ആർക്ക് പറ്റുന്നതാണ്? നമ്മൾ കാണാത്ത, കേട്ട് മാത്രം പരിചയമുള്ള ഒരു പരലോകത്തെക്കുറിച്ചാണ്. അത് യുക്തിക്ക് നിരക്കുന്ന മട്ടിൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ക്ഷയാനമിമോത്സൃജ്യശ്വസന്തം പുരുഷോ യഥാ കർമ്മ ആത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേന ഇതരേണ വാ. കേട്ടില്ല അവരുടെ ആശയം? അതുപോലെയാണ് മറ്റേത് കൊണ്ടുവന്നത്. ഇനി മമൈതേ മനസാം യദ്യഥാവഹമിതി ബ്രുവൻ ഗൃഹീയാത്മാൻ അരാർത്ഥം കർമ്മയേര പുനർഭവാം. മമ ഏതേ, മമ എന്നർത്ഥം എൻ്റെ, ഏതേ ഇവകൾ, മനഫ യദ്യത് അഫൗ അഹമിതി ബ്രുവൻ, മനസ്സുകൊണ്ട് ഇതെൻ്റേതാണ്, ഇത് ഞാനാണ് എന്നിങ്ങനെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ ഗ്രഹിക്കുന്നുവോ അവന് പുനർഭവ, പുനർജന്മം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എൻ്റേത് എന്നുള്ള അവബോധത്തോടു കൂടിയാണ് ഏത് കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം ഞാനെന്നും എൻ്റേതെന്നുമുള്ളത് വാസനയിൽ കൂടി അങ്ങെത്തും, കാരണത്തിലെത്തും. അങ്ങനെ എത്തിയാൽ ഈ ഞാനെന്നും എൻ്റെയെന്നും വീണ്ടും തീരാൻ വേണ്ടി പിന്നെയും വരും. വാസ്തവത്തിൽ ഞാനല്ലല്ലോ, എൻ്റേതുമല്ല. ഞാനല്ലാത്തതിന് ഞാനെന്ന് ഭ്രമിച്ചു വശായതാണ്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഞാനാണോ? അല്ലല്ലോ. എൻ്റെ ഇന്ദ്രിയം എന്നല്ലേ പറഞ്ഞത്? എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ കൈ, എൻ്റെ കാല്, ഇതാരല്ല? ഞാനല്ല, എൻ്റേതാണ്. ഈ കണ്ണ് എൻ്റെ കണ്ണാണ്, ഞാൻ കണ്ണാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ കണ്ണല്ല, എൻ്റേതാണ്. എൻ്റെ ഒരു ഉപകരണമാണ് കണ്ണ്. ഇന്ദ്രിയങ്ങൾ ഞാനല്ല. ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് അത് ഞാനാണോ? അല്ല. എൻ്റെ മനസ്സിന് വിലമില്ല, എൻ്റെ മനസ്സിന് കട്ടിയില്ല. എൻ്റേതാണ് മനസ്സ്, ഞാൻ മനസ്സല്ല. എൻ്റേതാണ് മനസ്സ്, ഞാൻ എന്തല്ല? മനസ്സല്ല. മനസ്സിനെക്കുള്ള നിയന്ത്രിക്കുന്ന ഒരാളാണ് ബുദ്ധി. മനസ്സിനെക്കുള്ള നിയന്ത്രിക്കുന്ന ബുദ്ധി. ഈ ബുദ്ധി ഞാനാണോ? അല്ല. എൻ്റെ ബുദ്ധിയൊന്നും അവിടെ പറ്റിയില്ല. എൻ്റേതല്ലേ ബുദ്ധി. എൻ്റെ ബുദ്ധി, നിൻ്റെ ബുദ്ധി, അവൻ്റെ ബുദ്ധി എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റേതാണ് ബുദ്ധി. ബുദ്ധി ആരല്ല? ഞാനല്ല. ഇനിയുള്ളത് എന്താണ്? ഈ ശരീരം, ഇത് ഞാനാണോ? എൻ്റെ ശരീരം വേദനിക്കുന്നു എന്നാ പറയും. എനിക്ക് വേദനിക്കുന്നവർ, ഞാൻ വേദനിക്കുന്ന ആരെങ്കിലും പറയുമോ? എന്താ അങ്ങനെ പറയാത്ത? ഞാനല്ല ശരീരം, എൻ്റേതാണ് ശരീരം. എൻ്റെ ശരീരത്തിന് ബലമില്ല. എൻ്റെ ശരീരത്തിന് എന്താണ്? ബലം കൂടുതലാണ്. എൻ്റെ ശരീരം തളരുന്നു. ഇതൊക്കെ എൻ്റെ ചേർത്തേ പറയുള്ളൂ. കാരണം എന്താണ്? ഞാനല്ല, എൻ്റേതാണ് ഇതൊക്കെ. അപ്പോൾ ഈ ശരീരവും ഞാനല്ല. പിന്നെ ആരാണ് ഞാൻ? ജീവൻ. അത് ഞാനാണോ? എൻ്റെ ജീവൻ പോയാൽ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് നിത്യജീവിതത്തിൽ പറയാറില്ലേ? എൻ്റെ ജീവൻ പോയാൽ ഞാനത് വിട്ടതില്ല. എൻ്റേതാണ് ജീവൻ, ജീവനും ഞാനല്ല. നമ്മൾ നിത്യ ഉപയോഗത്തിൽ വരുന്ന ഇതൊക്കെ. അപ്പോൾ എന്താണ്? ഇന്ദ്രിയങ്ങൾ ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ശരീരം ഞാനല്ല, ജീവൻ ഞാനില്ല. പക്ഷെ ഞാനില്ലേ? ഈ അഞ്ചും കൊണ്ട് ഘടിപ്പിച്ച ഒരു ഘടകമില്ലേ? ഇതെല്ലാം എവിടേക്കാണ് ഘടിപ്പിച്ച്? ഏതോ ഒന്നിലേക്കാണ്. അതല്ലേ വാസ്തവത്തിൽ ഞാൻ? ഇതൊന്നും അല്ലല്ലോ. ഏതിലേക്കാണ് ഘടിപ്പിച്ച്? ആത്മാവിലേക്ക്. ആത്മാവ് രണ്ടുണ്ട്, ജീവാത്മാവ്, പരമാത്മാവ്. ഈ എന്താണ്? ജീവാത്മാവാണെങ്കിൽ എൻ്റെ ആത്മാവെന്ന് അവിടെയും പറയും. പരമാത്മാവിനെ എൻ്റെ ആത്മാവെന്ന് പറയാൻ പറ്റില്ല, അത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം ഇഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. അപ്പം ഞാനെന്ന് പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മസത്ത എന്ന പരമാത്മ ചൈതന്യമാണ്, ജീവാത്മാവുമല്ല. ആ ജീവാത്മാവെന്ന് പറയുന്നത് ഞാൻ ഇത്ര കാലം നിലനിൽക്കുള്ളൂ, തീരുന്നു അത്. പക്ഷെ മറ്റേ അതങ്ങനെയല്ല.
അപ്പം വാസ്തവത്തിൽ ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ നിത്യവ്യവഹാരങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് കഠോപനിഷത്തിലും ഗീതയിലും ഒരു വരിയുണ്ട്, ശരീരമാകുന്ന രഥം. ശരീരത്തെ രഥമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ശരീരമാകുന്ന രഥത്തിൻ്റെ അറ്റത്ത് 5 കുതിരകളുണ്ട്. ആരാണ്? ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളാണ് ഈ ശരീരമാകുന്ന രഥം വലിച്ചു കൊണ്ടുവന്നത്. ഇല്ല, കണ്ണുകൊണ്ട് നോക്കിയിട്ടല്ലേ നടക്കുന്നത്. അത്രയും കാണും, അത്രയും ഇടം നടക്കും. കാരണം എന്താണ്? കണ്ണാണ് ഈ ശരീരം വലിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളാണ് ശരീരം കൊണ്ടുപോകുന്നത്. ഇനി ഈ കുതിര കണക്കറ്റ് പാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു എന്ത് വെച്ചിട്ടുണ്ട്, കടിഞ്ഞാനുണ്ട്. കടിഞ്ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ എന്ത് ചെയ്യും? കുതിര ഇവിടെ നിൽക്കും. കടിഞ്ഞാൻ മനസ്സാണ്. മനപ്രഗ്രഹമേവച, മനസ്സ് കടിഞ്ഞാണ്. കടിഞ്ഞാൻ്റെ ഗുണം എന്താണ്? ഫ്ലെക്സിബിളാണ്, ഉറച്ചു നിൽക്കത്തില്ല. ആടി ഉലഞ്ഞ് നിൽക്കും. ഇതാണ് മനസ്സ്. നോക്കൂ, മനസ്സിന് നമുക്ക് വ്യക്തമാക്കി തരാൻ അനുഭവിച്ചൊരു വായ. കടിഞ്ഞാണ് പോലെയാണ് മനസ്സ്. അത് ചഞ്ചലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞിരിക്കും. അങ്ങനെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ ഒരു സാരഥിയുണ്ട്, ഡ്രൈവറുണ്ട്. അയാളുടെ കയ്യിലാണ് കടിഞ്ഞാൻ. അയാൾ ആ കടിഞ്ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ കുതിര എന്ത് ചെയ്യും? അവിടെ നിൽക്കും. അപ്പോൾ എന്താണ്? എൻ്റെ ബുദ്ധിയാകുന്ന സാരഥി കൊണ്ട് എന്താണ്? ഈ മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രഥമാണ് ഈ ശരീരം. ഈ രഥം ആണ് എങ്കിൽ ഇതിനകത്തൊരു യാത്രക്കാരൻ വേണ്ട. എന്തിന്? ഡ്രൈവർമാരല്ലല്ലോ വണ്ടി, ആണോ? അപ്പോൾ ഇതിൻ്റെ യാത്രക്കാരനാണ്. മാം വിദ്ധി രഥിനം, ഞാനാണ് യാത്രക്കാരൻ. ഞാനെന്ന എൻ്റെ ആത്മസത്ത ഈ ശരീരത്തിലെ യാത്രക്കാരനാണ്. എന്നെയും കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അതിന് ഇന്ദ്രിയങ്ങളാകുന്ന കുതിര വേണം, കടിഞ്ഞാണാകുന്ന മനസ്സ് വേണം, ബുദ്ധിയാകുന്ന സാരഥിയും വേണം. അങ്ങനെ പോകുന്നതാണ്. ഇടയ്ക്ക് കുറേ ദൂരം ചെല്ലുമ്പോൾ ഡ്രൈവർ പറയും. ആരാണ്? ബുദ്ധിയാകുന്ന ഡ്രൈവർ പറയും, ഈ വണ്ടി കേടാണ്, ഇനിയും പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യാത്രക്കാരനിറങ്ങി വെളിയിൽ നിൽക്കാൻ പറയും. അപ്പം ഞാൻ ഈ ശരീരത്തിൽ ഇറങ്ങി വെളിയിൽ നിൽക്കും. അപ്പം ഞാൻ മരിച്ചു അല്ലേ? ഇത്രയേ ഉള്ളൂ മരണം. ഈ ശരീരത്തിൽ ഞാൻ ഇറങ്ങി പുറത്ത് നിൽക്കുന്നു. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഇവരാരും കൂടി ഇല്ലല്ലോ. ഉണ്ടോ? രഥമില്ല, കടിഞ്ഞാണില്ല, കുതിരകളില്ല, സാരഥിയില്ല, ഒന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രഥത്തിൽ ഇരുന്ന് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വാസന ആരിനുണ്ട്? എൻ്റെ ഉണ്ട്. അത് നഷ്ടപ്പെടുന്നതാണ് ഞാൻ പുറത്ത് ചെയ്യുന്നത്. അടുത്ത വണ്ടി വരുമ്പോൾ കൈകാണി തീർത്ത് ഞാൻ കയറി പോകും അല്ലേ? അടുത്ത വണ്ടി വരുമ്പോൾ കൈകാണി തീർത്ത് ഞാനെന്ത് ചെയ്യും? അതിൽ കയറി യാത്രയാകും. ആ രഥവും കുറേ ദൂരം ചെല്ലുമ്പോൾ എന്താകും? കേടാകും. അപ്പോൾ ഡ്രൈവർ പോയി ഇറങ്ങിക്കോളും, അടുത്ത വണ്ടി വരുമ്പോൾ കയറിക്കോളാം, ഞാൻ പിന്നെയും കയറും. ഇതാണ് മനുഷ്യൻ്റെ ഈ ജീവിതത്തിലെ യാത്രയുടെ സത്യം. അത്ര ഭംഗിയായിട്ടത് കഠോപനിഷത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ളൂ. അപ്പം മരണം എന്ന് പറയുന്ന ഈ ഒരു ചേഞ്ച് ഞാൻ അറിയിക്കുന്നു. ഞാൻ മരിക്കുന്നില്ലല്ലോ, എനിക്ക് മരണമില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ ഇത് ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. അടുത്ത വണ്ടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? കയറി ഞാൻ പിന്നെയും പോവുകയാണ്. ഞാൻ അനശ്വരനായി ഇങ്ങനെ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ്. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും മരിക്കുമ്പോൾ മരിച്ചു എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ മറ്റൊരു വണ്ടിയിൽ കയറുമ്പോൾ പുനർജന്മം എന്ന് പറയുന്നു. അത്രയല്ലേ ഉള്ളൂ. ഇതാണ് പുനർജന്മത്തിൻ്റെ സത്യം എന്ന് ഉപനിഷത്ത് ബോധ്യപ്പെടുന്നത്. അതിനെ ഗീതയും പറയുന്നുണ്ട്. ആ ഉദ്ദേശം തന്നെ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും. ഞാൻ എന്നുള്ളത് വാസ്തവത്തിൽ ഇതല്ല. ഇനിയും എൻ്റേതോ, എൻ്റെ എന്ന് പറയാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നും എൻ്റേതല്ല. പിന്നെ ആരുടെയാണ്? ഈശ്വരൻ തന്ന വിഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇന്നിടത്ത് ഇന്നാരുടെ മകളായിട്ട് ജനിക്കണമെന്ന്, അല്ല മകനായിട്ട് ജനിക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതാണോ ഈ ജന്മം? ആരും കൊടുത്തതല്ല. നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്ത് എനിക്ക് ഇന്നിടത്തെ ഇന്നാരുടെ മകനായിട്ട് ഇന്നിടത്ത് ജനിക്കാൻ ഒരു അവസരം തരണം എന്ന് ആവശ്യപ്പെട്ടനുസരിച്ച് തന്നാണോ ഈ ജന്മം? യാദൃച്ഛികമാണ്. നമ്മളാരും അപേക്ഷിച്ചല്ല ഇങ്ങനത്തെ ജന്മം എനിക്ക് പുരുഷനായിട്ട് വേണം, സ്ത്രീയായിട്ട് ജനിക്കണം ചോദിച്ച് കിട്ടിയതല്ല. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇവിടെ എൻ്റെ എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തെ കാണപ്പെടുന്ന സകല വസ്തുക്കളും ആരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്? ഈശ്വരൻ. ഞാൻ ഉൾപ്പെടെ എല്ലാം. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തെന്ന് ഈശാവാസ്യ ഉപനിഷത്ത് വ്യക്തമാക്കുകയും ചെയ്തു.
കാരണം എന്താണ്? ഈശ്വരൻ്റെ ആവാസമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. യത് കിഞ്ച ജഗത്യാം ജഗത്ത്, എൻ്റേതല്ല ഇവിടെ ഒന്നും. ഇങ്ങനെയുള്ള ഈശ്വരൻ്റെ ആവാസസ്ഥാനമായ ഈശ്വരൻ്റെ വീടായ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്ത് കടന്ന് 10 സെൻറ്റ് സ്ഥലം എൻ്റേതാണെന്ന് വേലി കെട്ടി നെയിം ബോർഡ് വെച്ചിട്ട് വീട് വെച്ച് ഞാനിവിടെ താമസിക്കുകയാണ്. ആരുടെയാണ് ഈ സ്ഥലം? ഈശ്വരനല്ലേ? എൻ്റെയാണോ? അല്ല, ഈശ്വരൻ്റെ സ്ഥലമാണ്. എന്നിട്ട് വാടക കൊടുക്കുമോ? ഇല്ല. ആർക്ക് വാടക കൊടുക്കണം? ഈശ്വരൻ്റെ സ്ഥലമല്ലേ ഇത്, എൻ്റെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ പോകണം? സർക്കാരിൽ പോകണം. വില്ലേജ് ഓഫീസിൽ ചെന്ന് എൻ്റെ പേര് മാറ്റി അടുത്ത ആളുടെ പേരിൽ കൂട്ടണം. എൻ്റേതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എൻ്റേതാണെങ്കിൽ എനിക്ക് എൻ്റെ മകന് കൊടുക്കാം. എന്താണ്? ഞാൻ എൻ്റെ മകനിലേക്ക് എഴുതി കൊടുത്താൽ മതി. പറ്റില്ല. പഞ്ചായത്തിൽ പോയി പോക്കുവരവ് എന്നൊരു സമ്പ്രദായമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരണം. എൻ്റേതല്ല, അതുകൊണ്ടാണ്. ഈ സ്ഥലം ഇത്രയും ഏക്കർ എൻ്റേതായിരുന്നെങ്കിൽ ഈ പോക്കുവരവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാരുടെ അല്ല? എൻ്റേതല്ല. ഇപ്പോഴും ഇങ്ങനെ പോക്കുവരവ് വേണം. ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് അങ്ങോട്ട് പോകും സർക്കാരിൽ. സർക്കാരിൽ നിന്ന് പിന്നെ അടുത്ത ആളിനെ എന്ത് ചെയ്യണം? എഴുതി കെട്ടിക്കൊണ്ടുവരണം. എങ്കിലേ പറ്റുള്ളൂ. ഇതെൻ്റെ അല്ല, ഉറപ്പാണ്. ഇത്രയും അറിയാമായിട്ടും ഇതെൻ്റെ ഭൂമിയാണ്, എൻ്റെ ഭൂമിയാണെന്ന് നമ്മൾ അഭിമാനിച്ചുകൊണ്ടേയിരിക്കല്ലേ? വാസ്തുത എൻ്റേതാണോ? അല്ല. ഈ വീടോ? അതും എൻ്റേതല്ല, മറ്റൊരാളുടെ. ഈശ്വരൻ്റെ സ്ഥലത്ത് കടന്നു കയറി ഞാൻ അതിക്രമിച്ച് കഷ്ടപ്പെട്ട് എന്താണ് നമ്മൾ വീടുണ്ടാക്കി കഴിയുമ്പോൾ ഇന്ന് പറയും എന്താണ്? ഞാൻ ലോണെടുത്ത് ചിട്ടി പിടിച്ച് കടം മേടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച വീടാണ്. ഇതാർക്കൊരു പങ്കുമില്ല, ഈശ്വരനൊരു പങ്കുമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഇത് മുഴുവൻ. ഞാൻ ലോൺ വാങ്ങിച്ച് ഞാൻ കടമെടുത്തുണ്ടാക്കിയ വീടാണ് ഇത്. പിറ്റേ ദിവസം എന്താണ് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയാൽ അപ്പം ആരോട് പറയും? എൻ്റെ ഈശ്വര, നീ എനിക്കിത് വരുത്തി വെച്ചല്ലോ. ഈശ്വരൻ്റെ പണിയാണ് ഇത്. മുമ്പേ ഈ വീട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയെടുത്തതോ എൻ്റെ കഴിവുകൊണ്ടാണ്. ഈശ്വരൻ ഇതിലൊരു പങ്കുമില്ല. ഇതല്ലേ നമ്മുടെ മനസ്സ്? നമ്മുടെ മനസ്സെങ്ങനെയാണ്? നഷ്ടപ്പെട്ടാൽ ആരെ കുറ്റം പറയും? ഈശ്വരനെ. അല്ല, എന്തൊക്കെ ഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടായാൽ അതൊക്കെ ഞാൻ എൻ്റെ കഴിവുണ്ടാക്കിയെടുത്താണ്, ആർക്കൊരു പങ്കുമില്ല, ഈശ്വരൻ്റെ മുമ്പ്. എത്ര പക്ഷപാതമാണ്! അപ്പോൾ ഇതാരുടെ അല്ല, എൻ്റേതല്ലെന്ന് ഉറപ്പാണ്. ഇതൊന്നും എൻ്റേതല്ല. ഈ വീടെൻ്റേതല്ല, സ്ഥലം എൻ്റേതല്ല, വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപകരണങ്ങളൊന്നും വാസ്തവത്തിൽ എൻ്റേതല്ല. നമ്മൾ സർക്കാരത്തേക്ക് മേടിച്ച് വെച്ചതാണ്. ഇത് മറ്റൊരാളായിട്ട് മാറാനുള്ളതാണ്. തൊട്ട് മുമ്പിലത്തെ ഒരു സ്റ്റീൽപാത്രക്കടയിൽ നിന്ന് 50 രൂപയോ 100 രൂപയോ കൊടുത്തൊരു പാത്രം മേടിച്ചിട്ട് നാളെ മുതൽ എൻ്റെ പാത്രമാണെന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കില്ലേ? ഈ പാത്രം അയലോക്കത്തൊരു വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണ സാധനം കൊണ്ടുപോയി തിരിച്ച് കിട്ടുന്നവരുടെ അമ്മയ്ക്ക് സമാധാനമില്ല. കാരണം എന്താണ്? അയ്യോ, എൻ്റെ പാത്രം, എൻ്റെ പാത്രം, എൻ്റെ പാത്രം നോക്കുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആരുടെ പാത്രമാണ്? ഇത് അവിടുന്ന് കിട്ടുകയല്ലേ? ആ കടയിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് എൻ്റേതാക്കിയതല്ലേ? എൻ്റെ പാത്രമാണോ? അല്ല. അല്ലാത്ത എൻ്റെ പാത്രത്തെക്കുറിച്ചുള്ള വ്യഥയാണ്, വേദനയാണ്. ഇതുപോലെയാണ് നിത്യജീവിതത്തിൽ എൻ്റേതല്ലാത്തതൊക്കെ എൻ്റേതാണെന്ന് സങ്കല്പിച്ച ദുഃഖമായി. ഇതൊക്കെ ഈശ്വരനാണെന്ന് സങ്കല്പിച്ചാലോ ഒരു ദുഃഖമില്ല. അപ്പം അഹമെന്നും മമ ഏതേ, ഇതൊക്കെ എൻ്റേതാണ്, എൻ്റേതാണെന്ന് മനസാ യദ്യത് അഫൗ അഹമിതി ബ്രുവൻ, ഇതെല്ലാം എൻ്റേതാണ്, ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൃണ്ണായി എന്നുകൊണ്ട് ഗൃണ്ണീയാ സ്വീകരിച്ചാൽ തത് പുമാൻ, ആ പുരുഷൻ രാദ്ധം, ആ കർമ്മത്തിൻ്റെ ഫലത്തെ ഏന, ഈ ഒരു ചിന്ത കൊണ്ട് പുനർഭവ, വീണ്ടും ജനിക്കും, ഉറപ്പാണ്. പുനർജന്മത്തിൻ്റെ കാരണം ഞാനെന്നും എൻ്റെ എന്നുള്ള ഇത് മാറ്റിക്കൂടെ? എൻ്റെ എന്നുള്ള മാറ്റണം. ഈശാവാസ്യം ഇതം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അത് പോയെങ്കിൽ പോട്ടെ, ആരുടെ അല്ല, എൻ്റെ അല്ല പാത്രം. ഞാൻ നാളെ വേറൊരു പാത്രം മേടിക്കും, കുറച്ചാളത് ഉപയോഗിക്കും, പിന്നെ ആരെങ്കിലും കൊണ്ടുപോകും. ഇനി ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ ഞാൻ മരിച്ചു പോവുകയല്ലേ? അപ്പോൾ പിന്നെ ആരുടെയാണ്? ഇത് മുഴുവൻ മറ്റൊരാളുടെയാണ്. അപ്പോൾ എൻ്റെ എന്ന് വിചാരിച്ചതോ വെറുതെ. അപ്പോൾ എൻ്റെ എന്നുള്ള ഭാവന മാറ്റിയാൽ ഇനിയൊരു ജന്മം ഉണ്ടാവാതിരിക്കും. ഞാനെന്ന ചിന്ത മാറ്റിയാൽ ഇനി ജന്മം. ഞാനെന്നും എൻ്റെ എന്നും വിചാരിക്കാതിരുന്നാൽ വല്ല ദോഷമുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ വ്യവഹരിക്കാൻ തുടങ്ങുന്നത് ഞാൻ ചേർത്താണ്. ഞാൻ എഴുന്നേറ്റു, ഞാൻ പല്ല് തേച്ചു, ഞാൻ കാപ്പ് കുടിച്ചു, ഞാൻ മുഖം കഴുകി, ഞാൻ ഓഫീസിൽ പോയി, ഞാൻ പത്രം വായിച്ചു, അവസാനം ഉറങ്ങുന്നത് വരെ ഞാൻ ഉറങ്ങുകയാണ് എന്ന് വരെ ഞാൻ ചേർത്തേ പറയൂ. അല്ലേ? ഈ ഞാനില്ലാതെ പറഞ്ഞാലോ?
എഴുന്നേറ്റു, മുഖം കഴുകി, പല്ല് തേച്ചു, കാപ്പ് കുടിച്ചു, ഓഫീസിൽ പോയി ജോലി ചെയ്തു, ചിരിച്ചു, കരഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? പക്ഷേ ഈ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവിടെയാണ് അഭിമാനത്തിൻ്റെ പ്രശ്നം. എല്ലാറ്റിലും ഞാനെന്ന ഭാവന വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഈ ഞാൻ തന്നെ വീണ്ടും വീണ്ടും ജന്മപരമ്പരകൾക്ക് കാരണമാകും. ഇതൊന്ന് മാറ്റി നോക്കിക്കോളൂ. ഞാനെന്ന ഈ ഭാവന മാറ്റി നോക്കിക്കോളൂ. ഒരു പ്രശ്നമില്ല. ആർക്കും ഒരപകടം ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. അല്ലേ? ഞാനെന്ന പേര് പറയാതെ നിങ്ങളൊന്ന് കുളിച്ചു നോക്കി. ഞാൻ കുളിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ ഇന്ന് ഉപയോഗിക്കാതെ കുളിച്ചു എന്ന് പറഞ്ഞാൽ വല്ല ദോഷമുണ്ടോ? ഒന്നുമില്ല. ഞാൻ തന്നെ കുളിച്ചത്, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ കൂടെ ആയണം. അതുപോലെ എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ കട്ടിൽ, എൻ്റെ മേശ, എൻ്റെ കസേര, എൻ്റെ പുതപ്പ് ആർക്കും കൊടുക്കില്ല. വാശിയിലാണ്. ഇത് എൻ്റേതെങ്ങനെയാണ്? ആ കടയിൽ നിന്ന് മേടിച്ചു വന്നപ്പോൾ എൻ്റെ ആയതല്ലേ. ഈ എൻ്റെ എന്നുള്ള വിചാരത്തെയും രണ്ടിനെയും എന്ത് ചെയ്യാൻ പറ്റും? ലഘൂകരിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാം? കുറച്ച് കൊണ്ട് അതേ പറ്റും. ഞാൻ ഈ പറയുന്ന കേട്ടുള്ള നമ്മൾ ആർക്കും എന്താണ് ഈ ചിന്ത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം? കുറച്ച് കൊണ്ടുവരാം. ഓരോന്ന് എടുക്കുമ്പോഴും ഈ ചിന്ത ഉള്ളിലുണ്ടായാൽ പതുക്കെ ഇതൊന്നും എൻ്റേതല്ല, ഈശ്വരൻ്റേതാണ്. ഇത് മുഴുവൻ ഞാൻ ഉൾപ്പെടെ മുഴുവനും ഈശ്വരൻ തന്ന വിഭൂതികളാണ്, ഐശ്വര്യങ്ങളാണ്. എപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടാം. ഈ ഒരു ചിന്തയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നതെങ്കിൽ എന്താണ്? ആ ജന്മം ഉത്കൃഷ്ടമാണ്. ഈ ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിചാരത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ജന്മം ഉണ്ടാകില്ല. അതുകൊണ്ട് മരണസമയത്ത് ഈ വിചാരം ഉണ്ടാകണമെങ്കിൽ ഇപ്പം വിചാരിച്ചാലേ പറ്റുള്ളൂ. എപ്പോഴാണ് മരിക്കുന്നത് അറിയാൻ പറ്റുമോ? അന്നേരം ഞാൻ വിചാരിച്ചോളാം എന്ന് പറയാൻ പറ്റുമോ? അന്നേരം ഞാൻ ഈ നല്ല ചിന്തയോടെ മരിച്ചോളാം. എപ്പോൾ വേണേൽ എന്ത് ചെയ്യാം? അപ്പം പിന്നെ എന്താണ്? എല്ലാ സമയവും ഈ വിചാരത്തോടെ ഇരുന്നാൽ എപ്പോൾ വേണമെങ്കിൽ മരിച്ചോട്ടെ, എന്താ കുഴപ്പം? ഒരു വിഷമമില്ല. അനായാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മരണത്തെ പ്രാപിക്കാൻ പറ്റും. ഇതാണ് ഈ ചോദ്യത്തിന് മറുപടി വിസ്തരിക്കാൻ പുറപ്പെട്ടത്. മനുഷ്യ ജീവിതത്തിന് ഈ അവസ്ഥയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മമയിതേ മനസാം യദ്യതഥാവ അഹമിതി ബ്രുവൻ ഗൃഹീയതത്വമാണ്ടാർത്ഥം കർമ്മയേന പുനർഭവ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എന്താണ് ഈ ലിംഗശരീരത്തിൻ്റെ സംബന്ധം കൊണ്ട് അത് പൂർത്തിയായിട്ട് വീണ്ടും ജന്മങ്ങളുണ്ടാവാൻ കാരണമാകുന്നു. ചോദ്യം ഇവിടെയായിരുന്നു കാരണശരീരത്തെക്കുറിച്ചാണ്, ലിംഗശരീരത്തെക്കുറിച്ചാണ്. അതുതന്നെയാണ് വീണ്ടും ജന്മപരമ്പരകൾക്ക് കാരണം. ഞാനെന്ന വാസന എവിടെ കിടപ്പുണ്ട്? കാരണശരീരത്തിൽ. എൻ്റെ എന്ന വാസന എവിടെ കിടപ്പുണ്ട്? കാരണശരീരം. അത് നഷ്ടപ്പെട്ടില്ല. അത് നഷ്ടപ്പെടുത്താതെ കൂടി നിൽക്കുകയാണ്. അതില്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. ഇനിയും അതെങ്ങനെ നമുക്കറിയാൻ പറ്റും എന്നൊരു യുക്തി കൊണ്ട് പറയുകയാണ്. യഥാ അനുമീയതേ ചിത്തം ഉഭയൈ ഇന്ദ്രിയേഹിതൈ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭി. യഥാ അനുമീയത, എങ്ങനെയാണോ അനുമിക്കുന്നത്? അനുമാനം എന്നൊരു പ്രമാണം ഉണ്ട്. നമുക്കൊരു വസ്തു ഈ ലോകത്തുണ്ടെന്ന് സ്ഥാപിക്കാൻ 4 പ്രമാണമാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. 4 പ്രമാണം കൊണ്ടാണ് ഒരു വസ്തു ഒന്നിൽ പ്രത്യക്ഷമായിട്ട് കാണണം. എല്ലാ വസ്തുവും നേരിട്ട് കണ്ടേ വിശ്വസിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലത് എന്ത് വരും? അനുമിക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കും എന്ന് ഊഹിച്ച് ഒത്തിരി സത്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ കാണാത്ത ഒന്നും സത്യമല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ പോകാത്ത ഞാൻ അമേരിക്ക സത്യമല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്തില്ല, അമേരിക്കയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞു കേട്ടും അനുഭവിച്ച അറിഞ്ഞത് പറഞ്ഞു കേട്ടും എന്തുണ്ട്, അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ അത് അനുമാനം കൊണ്ട് വിശ്വസിക്കുന്നതല്ലേ, നേരിട്ട് കണ്ടിട്ടല്ല. അപ്പോൾ ഒരു വസ്തു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഒന്നിൽ പ്രത്യക്ഷം വേണം, അല്ലെങ്കിൽ അനുമാനം വേണം, അതും അല്ലെങ്കിൽ ഉപമാനം വേണം. ഉപമാനം എന്ന് വെച്ചാൽ എങ്ങനെ? അതുപോലെ ഇരിക്കും ഇതെന്ന് പറയണം. അത് നമ്മളെന്നും പറയുന്നതാണ്. നമുക്ക് വരിയില്ലാത്ത വസ്തു നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ്, അതുപോലെ ഇരിക്കും ഇത് എന്നിങ്ങനെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് പറയും, ഉപമാനം. പിന്നൊന്ന് ശബ്ദമാണ്. ശബ്ദം എന്ന് വെച്ചാൽ ഗുരുജനങ്ങളുടെ വാക്ക്. ഗുരുജനങ്ങൾ പറയുന്നത് എന്ത് ചെയ്യണം? വിശ്വസിക്കുക. ആപ്തന്മാരുടെ വാക്കിനെ വിശ്വസിക്കണം. ശബ്ദം പ്രമാണമാണ്. അങ്ങനെയാണ് വേദം പ്രമാണമാകുന്നത്. 4 പ്രമാണമാണ് ഒരു വസ്തു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ: പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. അതിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പ്രത്യക്ഷം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലേ? ഈശ്വരനെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല.
പക്ഷേ ഉണ്ട് എന്നുള്ളത് എന്താണ്? ഉറയ്ക്കുന്നവർക്ക് ഉറപ്പാണ്. മനസ്സ് അപ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടല്ലോ. വായു അപ്രത്യക്ഷമാണ് അല്ല, പക്ഷേ ഇല്ലേ? ഉണ്ട്. ആകാശം കാണാൻ പറ്റുമോ? ഇതാണ് ആകാശം എന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ആകാശം ഉണ്ട്, എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? അപ്പം എന്താണ്? 9 ദ്രവ്യങ്ങളുണ്ട്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതുകൂടാതെ കാലം, ദിക്ക്, ആത്മാവ്, മനസ്സ് എന്ന് 4 അങ്ങനെ 9 ദ്രവ്യങ്ങളാണ്. കാലം, ദിക്ക്, ആത്മാവ്, മനസ്സ് ഇത്രയും എന്താണ്? ദ്രവ്യങ്ങളാണ്. മനസ്സൊരു ദ്രവ്യമാണ്, കാലം ദ്രവ്യമാണ്, ദിക്ക് ദ്രവ്യമാണ്, ആത്മാവ് ദ്രവ്യമാണ്. ഒരു വസ്തു ദ്രവ്യമാകണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു വസ്തു പദാർത്ഥമായിട്ട് മാറണമെങ്കിൽ, പദാർത്ഥമായെങ്കിലേ ദ്രവ്യമാകും. പദാർത്ഥമായിട്ട് മാറണമെങ്കിൽ തന്മാത്രകൾ വേണം. ഏത് പദാർത്ഥത്തിന് എന്തുണ്ട്? തന്മാത്രകൾ, മോളിക്യൂളുകളുണ്ട്. ആ തന്മാത്രയിൽ എന്താകണം? അണു ഉണ്ടാവണം അല്ലേ? ഇല്ലെങ്കിൽ വസ്തു ഉണ്ടാവില്ല. ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചതല്ല. എത്രയോ കാലം മുമ്പ് നമ്മൾ പറഞ്ഞ വൈശേഷിക ദർശനത്തിൽ കണാദൻ ആദ്യം സ്ഥാപിച്ചതാണ്. ഈ പദാർത്ഥങ്ങളുടെ അസ്തിത്വം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഒരു പദാർത്ഥം മറ്റു പദാർത്ഥമായിട്ട് ഉള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? അവയിലുള്ള തന്മാത്രകളുടെ മാറ്റമാണ്. മോളിക്യൂളുകൾ മാറുമ്പോൾ വസ്തുക്കൾ മാറ്റമുണ്ടെന്ന് അനുഭവപ്പെടും. ഇതിൻ്റെ അകത്തൊക്കെയുള്ള അണു എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഇത് അദ്ദേഹം നമുക്ക് അവിടെ സാക്ഷാത്കരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 അമൂർത്ത ദ്രവ്യങ്ങളാണ്. അമൂർത്തം എന്ന് വെച്ചാലോ രൂപമില്ല, രൂപമില്ലാത്ത ദ്രവ്യമാണ്. കാലം രൂപമുണ്ടോ? ദിക്കിന് രൂപമുണ്ടോ? ഇല്ല. മനസ്സിന് രൂപമുണ്ടോ? ആത്മാവിന് രൂപമുണ്ടോ? ഇല്ല. അമൂർത്ത ദ്രവ്യങ്ങളാണ് 4. ബാക്കി 5 മൂർത്ത ദ്രവ്യങ്ങളും. ആ മൂർത്ത ദ്രവ്യങ്ങളിൽ 2 പിന്നെ അമൂർത്തമാണ്, വായുവും ആകാശവും. 3 ഉള്ളൂ മൂർത്ത ദ്രവ്യം. പൃഥ്വി, അപ്പ്, തേജസ്. അത് നമുക്ക് 3 കാണാം. വെള്ളം കാണാം, അഗ്നി കാണാം, ഭൂമി കാണാം. ഇത് 3 മൂർത്ത ദ്രവ്യങ്ങളാണ്. മറ്റൊക്കെ അമൂർത്ത ദ്രവ്യം. അമൂർത്ത ദ്രവ്യങ്ങൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ലേ? അമൂർത്ത ദ്രവ്യങ്ങൾ ഇല്ലെന്ന്. എന്താണ് കാരണം? അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അനുമാനം കൊണ്ടാണ്. ഇതാണ് ഞാൻ 4 പ്രമാണം ആദ്യം പറയാൻ കാരണം. ഇത് 4 കൊണ്ടാണ് വസ്തു ഉണ്ടെന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ യഥാ അനുമീയതേ, എങ്ങനെയാണോ അനുമിക്കുന്നത് ചിത്തം, ചിത്തത്തെ ഉഭയൈഹി ഇന്ദ്രിയേഹിതൈഹി, 2 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം കൊണ്ട്. എന്താ 2 തരത്തിലുള്ള ഇന്ദ്രിയം? ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, 2 തരത്തിലുള്ള ഇന്ദ്രിയം ഉള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക് അതെല്ലാം നമുക്കറിയാം. കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, പാണി, പാദം, ഉപസ്ഥം, ഇതെല്ലാം എന്താണ്? അവിടെ കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 2 വിഭാഗത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്. 2 കൂടി ചേർത്താണ് 10 ദേശീയേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഉഭയൈഹി ഇന്ദ്രിയേഹിതൈഹി, ഉഭയങ്ങളായ 2 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായ ഇന്ദ്രിയങ്ങളുടെ ഈഹിതൈഹി ആഗ്രഹങ്ങളാൽ, ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളാൽ അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, കയ്യ്, കാല് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണ്? ആഗ്രഹങ്ങൾക്ക് അധീനമായിട്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? അനങ്ങില്ല. ഇതിന് കാരണം ആരാണ്? മനസ്സാണ്. ഈ 10 പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? മനസ്സാണ്. മനസ്സിലേക്ക് നടക്കില്ല, അനങ്ങില്ല, കയ്യ നിൽക്കില്ല, ഒന്നും ചെയ്യില്ല. കാരണം അതിനൊക്കെ കാരണം മനസ്സാണ്. ഏവം അങ്ങനെ പ്രാഗ്ദേഹജം കർമ്മ, മുമ്പുണ്ടായിരുന്ന ദേഹത്തിൽ നിന്നും ഉണ്ടായ കർമ്മത്തെ ലക്ഷ്യത്തെ ലക്ഷീകരിക്കുന്നു ചിത്തവൃത്തിഭി, ചിത്തത്തിൻ്റെ വൃത്തികളെ കൊണ്ട് അതിനെ എന്തു ചെയ്യാണ്? അനുമിക്കുക. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എത്രയോ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളെന്ന് ഇപ്പം എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അനുമിക്കുകയാണ്, ഊഹിക്കുകയാണ്. എന്താണ്? ഓ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി ദുഷ്ടപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ജനിക്കാൻ കാരണം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ എന്താണ്? ഒരു പുണ്യാത്മാവായി തീരാൻ കാരണം ഇതായി. ഇതെങ്ങനെ കിട്ടുന്നതാണ്? ഈ അവിടെ പ്രാഗ്ജന്മ വാസനകൾ കണ്ടിട്ടുണ്ടോ? പ്രത്യക്ഷമാണോ? പക്ഷെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്താണ്? ഈ ജന്മത്തിലെ അനുഭവം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് ഊഹിക്കുകയാണ്. ഇതിന് പേരാണ് അനുമാനം. അനുമാനം കൊണ്ടാണ് ഈ കാരണശരീരം നേരിട്ട് കാണാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ ഈ കർണശരീരം ഉണ്ടെന്നും അതിൽ എന്താണ് പുണ്യപാപങ്ങളുടെ സഞ്ചയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യാണ്? അനുമിക്കുകയാണ്. അനുമാനം കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയിലേക്ക് പോവാണ്. നേരിട്ട് കാണാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നാണെങ്കിൽ പറ്റില്ല. പലതും എന്ത് ചെയ്യേണ്ടി വരും? അനുമാനം കൊണ്ട് ബോധ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ സംശയം മുമ്പേ തീർന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ സംശയം നീട്ടി പറയാൻ പോവാണ്. 6-7 ശ്ലോകത്തിൽ കൂടി വിസ്തരിച്ച് പറയാൻ പോവാണ് രണ്ടാമത്തെ മറുപടി. അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ഓർക്കുന്നുണ്ടോ? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അപ്പം നശിക്കും. യജ്ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ? ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം തീർന്നു. പിന്നെ ആ കർമ്മം ഉണ്ടോ? ഇല്ല. ഏത് കർമ്മം അങ്ങനെയാണ്? ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കർമ്മം തീരും. അപ്പോൾ വേദോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ പോലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കർമ്മനാശം ഉണ്ടാവുക തന്നെ. അങ്ങനെ ആണെങ്കിൽ പിന്നെ അത് കാണപ്പെടുത്തില്ല. പിന്നെ ആ കർമ്മം കാണാൻ പറ്റത്തില്ല. ആ യജ്ഞം കഴിഞ്ഞാൽ പിന്നെ ആ യജ്ഞം പിന്നെ കാണാൻ പറ്റുമോ? ഇല്ല. ആ യജ്ഞത്തിൻ്റെ ആകൃതികളൊക്കെ കണ്ടു മനസ്സിലാക്കി അതോടെ കഴിഞ്ഞു പോയി. പിന്നെ അത് കാണാൻ പറ്റത്തില്ല. പ്രത്യക്ഷം അല്ല പിന്നെ ആ കർമ്മം. പിന്നെയും എന്താണ്? പ്രത്യക്ഷമല്ലാതിരിക്കുന്ന ആ കർമ്മങ്ങളിൽ നിന്നും പരലോകത്തിലേക്ക് അനുഭവിക്കാൻ പര്യാപ്തമായ ഫലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം ഞാൻ എവിടെ അനുഭവിക്കും? പരലോകത്ത് അനുഭവിക്കും. അത് അനുമാനമല്ലേ? അനുമാനം തെളിവുണ്ടോ? ഇവിടെ ചെയ്തിരിക്കുന്ന ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം ഞാൻ പരലോകത്ത് പോയി അനുഭവിക്കുമെന്ന് ഉറപ്പാണോ? പോയിട്ട് വന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പായിരുന്നു. ഇതുമില്ല. അപ്പം പിന്നെ എന്താ? അനുഭവിക്കുക. അനുമാനം പ്രമാണം അല്ലേ? ആണല്ലോ. യുക്തിസഹമായ പ്രമാണമാണ് എന്ത്? അനുമാനം. പലതും നമ്മൾ എന്ത് ചെയ്യാണ്? അനുമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചുവന്ന കാർ ഓടിച്ച് എന്നും ഓഫീസിൽ പോകുന്ന മനുഷ്യനുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം കാറിൽ 10 മണിക്ക് പോകും, വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ചു വരും. നിരന്തരമാണെന്നും കണ്ട് ശീലിച്ചിരിക്കുകയാണ്. ഒരു ദിവസം വരുമ്പം ആ കാർ അവിടെ കിടപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? എന്തുകൊണ്ടാണ്? ആ അനുമാനത്തിന് സാഹചര്യ തെളിവുകൾ ഏറെ വേണം. എങ്കിലേ പറ്റുള്ളൂ. എങ്കിലേ ശാസ്ത്രീയമാവും. എന്താണ്? ഈ ചുവന്ന കാറാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, എന്നും ഇയാൾ ഈ സമയത്ത് പോകാറുണ്ട് എന്നിങ്ങനെ എന്താ അവിടെ കുറേ നിമിത്തങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുമിക്കുന്നത്. ചെരുപ്പ് പുറത്തില്ലെങ്കിൽ ആളകത്തില്ല എന്ന് അനുമിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ അനുമാനങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഇല്ല, പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള തെളിവ് വെച്ചുകൊണ്ട് അനുമാനം എപ്പോഴും പ്രമാണമാണ്. നമ്മുടെ ശാസ്ത്രകാരന്മാർ ഏറ്റവും അധികം നൈയായികന്മാർ അല്ല താർക്കിക ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന പ്രമാണം എന്താണ്? അനുമാനം. അതുകൊണ്ടാണ് ഈശ്വരനെ സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈശ്വരന് എന്തുണ്ട്? നിലനിൽപ്പുണ്ട്. കാര്യകാരണ കാര്യം എന്നുള്ള എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കാര്യമാണ്. ഇതിന് കാരണമുണ്ട്. കാരണമില്ലെങ്കിൽ നിൽക്കില്ലല്ലോ. ഈ മരം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണമുണ്ട്. ഞാനുണ്ടാക്കണമെങ്കിൽ ഒരു കാരണം വേണം അല്ലേ? എൻ്റെ പിതാവ്, അതിന് കാരണം വേണം. ആരാണ്? അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇങ്ങനെ മുകളിലോട്ട് പോയാൽ ആദ്യത്തെ കാരണം ഞാൻ കണ്ടിട്ടുണ്ടോ? കാണാത്തോണ്ട് ഇവരാരും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മുത്തശ്ശന്മാരാരും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവരുള്ളത് കൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് എന്നുള്ള ഇപ്പോഴത്തെ പ്രത്യക്ഷം കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാണ്? അനുമിക്കല്ലേ ചെയ്യുന്നത്? അനുമാനം പ്രമാണമല്ലേ? ആണോ? അല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മളും അങ്ങനെയാണെന്നും. അങ്ങനെയാണെന്ന് നൈയായികന്മാർ ഈശ്വരനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന്. കാരണം ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കാൻ ഞാനൊന്നും ചെയ്തിട്ടല്ല. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല. അപ്പം ഇതിനെ നിലനിർത്താനുള്ള ഒരു ശക്തി എവിടെയുണ്ട്? പ്രപഞ്ചത്തിലുണ്ട്. അതിന് ഞാൻ എന്ത് വിളിക്കുന്നു? ഈശ്വരൻ. നേരിട്ട് കാണാൻ പറ്റില്ല, അനുമിക്കുകയാണ്. അങ്ങനെ അനുമാനം പ്രമാണമാക്കിയിട്ടാണ് നൈയായികന്മാർ ഈശ്വര സത്തയെ ഈ പ്രപഞ്ചത്തിൽ സാക്ഷാത്കരിക്കുന്നത്. വേദാന്തം ഇതിനെക്കുറിച്ച് പിടിച്ച് ശരിയാണ്, ഈശ്വരനില്ലാതൊന്നും നമുക്കില്ല. അല്ലെങ്കിൽ എന്താകും? നിശ്ചലമായി പോകില്ല. ഇതിലൂടെ കാറ്റ് വീശുന്നത് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണ്? സൂര്യൻ യഥാസമയത്ത് ഉദിച്ച് അസ്തമിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ്? കൃത്യം 6:15 ഉദിച്ചു വേണം, 6:30 ആകുമ്പോൾ അസ്തമിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്? ആരെങ്കിലും പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ആരാ നിശ്ചയിക്കുന്നത്? ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ നിയന്ത്രണത്തെ വിധേയമായതുകൊണ്ട് ആ ശക്തിയെ ഭയന്ന് കൃത്യസമയത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. ഒരു ദിവസം ലീവ് എടുക്കില്ല, ലേറ്റ് മാർക്ക് ചെയ്യുന്നില്ല, ഒന്നും പറ്റില്ല. അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാറ്റ് വീശുന്നു അങ്ങനെയാണ്.
ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ശക്തി ഇതിനെ നിയന്ത്രിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതെന്താണ്? സത്യമാണ്. അനുമാനം കൊണ്ട് സാക്ഷ്യമാക്കുക. അപ്പം ഈ ജന്മത്തിൽ അല്ല, ഇതിനു മുമ്പത്തെ ജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അനുമാനം കൊണ്ടല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ? അനുമാനം വെറുതെ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് സത്യമാണ്. യഥാ അനുമീയതേ ചിത്തം ഉഭയേഹി ഇന്ദ്രിയേഹിതൈഹി, രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് അനുമിക്കുന്നു. ഏവം ഇങ്ങനെ പ്രാഗ്ദേവ ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തി. ഇങ്ങനെ പ്രാഗ്ദേഹജമായ കർമ്മം, ഇതിനു മുമ്പുള്ള ജന്മാന്തരങ്ങളിൽ ഉണ്ടായിരുന്ന ദേഹത്തിൽ നിന്ന് ജനിച്ച കാരണശരീരത്തിൻ്റെ ആ കർമ്മത്തെ ലക്ഷ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ചിത്തവൃത്തിഭിഹി, ചിത്തത്തിൻ്റെ വൃത്തികളെ കൊണ്ട്. ചിത്തവൃത്തികൾ കൊണ്ടാണ് നമ്മൾ അനുമിക്കാൻ കാരണമാകുന്നത്, മനസ്സല്ല. അന്ധക്കരണം 4 ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഈ 4 പേരാണ് അന്ധക്കരണങ്ങൾ. നമ്മൾ മലയാളത്തിൽ പറയും എന്താ അന്ധക്കരണമായി പോയി എന്നൊക്കെ വെറുതെ പറയും. പക്ഷേ ഇതാണ് ശരിയായ ശാസ്ത്രീയമായ അന്ധക്കരണം. ഇന്നർ ഇൻസ്ട്രുമെൻറ്റുകൾ എന്നാണ് അന്ധക്കരണം, ഉള്ളിലുള്ള ഉപകരണങ്ങളാണ്. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, 4 കാണാൻ പറ്റത്തില്ല. ഈ 4 അകത്തുള്ള ഉപകരണങ്ങളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിലെ മനസ്സിൻ്റെ ജോലി എന്താണ്? സങ്കല്പ വികല്പങ്ങളാണ്. വേണ്ടതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ഒക്കെ ഇഷ്ടം പോലെ ചിന്തിച്ചു കൂട്ടാം. ഇവിടെ മനസ്സിൽ. അതുകൊണ്ട് മനസ്സിന് നിയന്ത്രണമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഈ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ നാളെ കൊല്ലും എന്നെനിക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ വെറുതെ സങ്കല്പിക്കാം. നല്ല കുഴപ്പമുണ്ടോ? അതിൽ മരിക്കത്തുമില്ല, എനിക്ക് എന്ത് ചെയ്യാം? സങ്കല്പിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ സങ്കല്പത്തിൽ ഉണ്ടാക്കി വെക്കൽ മാത്രമേ ഉള്ളൂ മനസ്സിൻ്റെ ഉദ്ദേശം. ബുദ്ധിയുടെ ജോലി അതെല്ലാം സ്ഥിരീകരിക്കുക, ഉറപ്പിക്കൽ ബുദ്ധിയുടെ ജോലിയാണ്. അതങ്ങനെ തന്നെയെന്ന്. അതുകൊണ്ട് ബുദ്ധിക്ക് ഒത്തിരി വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. ബുദ്ധിക്ക് 8 ഭേദമുണ്ട് എന്നാണ്. ബുദ്ധേർ 8 ഭേദാഹ സ്മൃതാ. ബുദ്ധിക്ക് 8 ഭേദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ധിയോ യോ ന പ്രചോദയാത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ധിയോ എന്നുള്ളത് ബഹുവചനമാണ്. ധീഹി ധിയൗ ധിയ. ധീ ഏകവചനമാണ്, ധിയ ബഹുവചനമാണ്. ധീ യോ ന പ്രചോദയാത് മതിയായിരുന്നു, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഏകവചനം മതിയായിരുന്നു. പക്ഷേ ഋഷി ഉപയോഗിച്ചത് ധീഹ എന്ന് ബഹുവചനമാണ്. ധിയോ യോ ന പ്രചോദയാൽ. നായിക്കൊരു വിസർഗം വേണം കേട്ടോ. എന്നുവെച്ചാൽ ഒരു സ്ട്രഫിയർത്ത് ന എന്ന് പറയണം. അല്ലെങ്കിൽ ധിയോ യോ ന പ്രചോദയാൽ, ഞങ്ങളുടെ ബുദ്ധി പ്രചോദിപ്പിക്കാതെ പോകട്ടെ എന്ന് 100 പ്രാവശ്യം ഈ നാ ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടാവുമോ? ഉള്ളതുകൂടി പോവുകയുള്ളൂ. അതുകൊണ്ട് ധിയോ യോ ന എന്ന് നാ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം, വിസർഗം ഉച്ചരിക്കണം. അത് പറ്റാത്തൊരു സ്ട്രെസ് ചെയ്യണം, ധിയോയോ ന പ്രചോദയാ എന്ന്. അപ്പോൾ അവിടെ ഈ ബുദ്ധിക്ക് ശുശ്രൂഷ, ശ്രവണം, ബുദ്ധിയുടെ ഭേദങ്ങളിലൊന്നാണ് ശുശ്രൂഷ. എന്താ ശുശ്രൂഷ? ശ്രോതും ഇച്ഛ, കേൾക്കാനുള്ള ആഗ്രഹം എന്നാണ് ശുശ്രൂഷ. കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന ഒരു ബുദ്ധി വേണം. അതുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇങ്ങോട്ട് വന്നേ. ഈ ഇങ്ങോട്ട് വരാത്തവർക്ക് എന്തില്ല? ശുശ്രൂഷയില്ല, ആ ബുദ്ധിയില്ല. നിങ്ങൾക്ക് കേൾക്കാനുള്ള ആഗ്രഹം അതൊരു ബുദ്ധിയുടെ ഭേദമാണ്. ആ ബുദ്ധിഭേദമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാത്ത എത്രയോ പേരുണ്ട്, ഇത് അറിഞ്ഞിട്ട് വരാത്ത എത്ര പേരുണ്ട്? 100 കണക്കിന് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് എന്തില്ല? ശുശ്രൂഷ എന്ന ബുദ്ധിയില്ല. ഇനിയും അതുണ്ടായാൽ പോരാ, അടുത്ത ശ്രവണം എന്നൊരു ബുദ്ധിയാണ് രണ്ടാമത്തെ. എന്താ ശ്രവണം? കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുക. ഞാൻ പറയുന്നത് എന്താണെങ്കിലും മണ്ടത്തരമാണെങ്കിലും 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധി വേണം. അതില്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ്. എന്തില്ല? ശ്രവണ ബുദ്ധിയില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുടെ മറ്റൊരു ഭേദമാണ് ശ്രവണം. ശുശ്രൂഷ, ശ്രവണം. പിന്നത്തെ എന്താണ്? ധാരണം, ധരിക്കുക. കേട്ടതിനെ ഉള്ളിൽ മനസ്സിലാക്കണം. ഈ ചെവിക്കിടക്കിട്ട് ഈ ചെവിക്കിടങ്ങ് വിട്ടാൽ മതിയോ? പോരാ. ചിലർക്ക് ധാരണാ ബുദ്ധിയില്ല. അപ്പോൾ എന്തു ചെയ്യും? കേട്ടു, എല്ലാം കേട്ടു, തല കുളിക്കുക, മനസ്സിലാക്കി പോയി. ഇവിടുന്ന് പോയപ്പോൾ എല്ലാം പോയി. ശുശ്രൂഷയുണ്ട്, ശ്രവണമുണ്ട്, എന്തില്ല? ധാരണയില്ല. അപ്പോൾ എന്തു ചെയ്യണം? കേട്ടത് ഉള്ളിൽ ധരിക്കാൻ പറ്റണം. ഇനിയും എന്തു ചെയ്യണം? മനനം ചെയ്യണം.
ഈ ധരിച്ചത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? അത് മനനം ചെയ്യണം. വിചാരിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യണം? അതിനെ ഉപയോഗപ്രദമാക്കത്തക്ക മട്ടിൽ കൊണ്ടുവരണം. ഇത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് മനനം. ഇനി ഈ മനനം ചെയ്യുന്നത് ആവശ്യം വരുമ്പോൾ കിട്ടണ്ടേ? സ്മൃതി, ശ്രദ്ധ വരണം. ഇനി എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിച്ചോണ്ട് വെച്ചിട്ടൊന്നും എനിക്ക് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ബുദ്ധി ചിറക്ക് കുറവാണ്. ഇല്ലേ? ചിറക്ക് ഓർമ്മിക്കാനുള്ള ബുദ്ധി തീരെ കുറവാണ്. ഇനിയും ഊഹം എന്നുള്ളൊരു ബുദ്ധിയാണ്, ഊഹിക്കുക. ഈ പറഞ്ഞ അനുമാനം പോലെ ബാക്കി എന്ത് ചെയ്യണം? ഊഹിച്ചെടുക്കണം, അങ്ങനെ ആയിരിക്കും എന്ന്. ഊഹബുദ്ധി എന്നാ പറയാം. അതൊരു ബുദ്ധിയാണ്. എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ പറ്റില്ല. ചിലർ ഊഹിച്ചെടുക്കും, ഇത്രയൊക്കെ കേട്ടു ബാക്കി ഇങ്ങനെ ആയിരിക്കും എന്ന് ഊഹിച്ചെടുക്കും. ഊഹിച്ചെടുക്കുന്നത് പലതും അബദ്ധമാണെങ്കിൽ കുറേ മാറ്റിക്കളയണം. അതിൻ്റെ പേര് അപോഹബുദ്ധി എന്നാണ്. അപോഹം എന്ന് വെച്ചാൽ ഊഹിച്ചതിനെ വേണ്ടാത്തതിനെ മാറ്റിക്കളയണം. മലയാളത്തിൽ ഊഹാപോഹം എന്ന് വെറുതെ പറയും, ഒരു കാര്യമില്ല. ഊഹം ഒരു ബുദ്ധിയാണ്, അപോഹം ഒരു ബുദ്ധിയാണ്. എന്നിട്ട് വേണം അതിൻ്റെ അവിടെ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെയാണ് എന്നുറപ്പിക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ എന്നുറപ്പിക്കണം. ഇനിയും ഇതാണ് ഇതിൻ്റെ തത്വാർത്ഥം, താത്വികമായ അർത്ഥം ഉള്ളിലുറപ്പിക്കാൻ പറ്റണം. ഇത് 8ാമത്തെ ബുദ്ധിയാണ്. ഈ 8 ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ധിയോ യോന പ്രചോദയാതെന്ന് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ആവർത്തി ചൊല്ലുന്ന 8 ബുദ്ധി ഞങ്ങൾക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പം ഇവിടെ എന്താണ്? ബുദ്ധി, പിന്നെ എന്താണ്? അഹംഭാവം, ഞാനെന്ന്. ഇതൊക്കെ എന്താണ്? അനുഭവിക്കാനുള്ളൊരു ഉപകരണമാണ് ഞാൻ എന്നുള്ളത്. ചിത്തം അറിവിനെ സ്വീകരിക്കാനുള്ള അറയാണ്. മനസ്സല്ല, ചിത്തം 2ആണ്. പക്ഷെ നമ്മൾ ഒന്നായിട്ട് പറയാറുണ്ട് എന്നേ ഉള്ളൂ. ചിത്തവും മനസ്സും ഒന്നായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ചിതിജ്ഞാനേ എന്ന ധാതുവിൽ നിന്നാണ് ചിത്തം എന്ന വാക്കുണ്ടാകുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ജ്ഞാനത്തെ ആശയനം ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അറിവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അറയുടെ പേരാണ് ചിത്തം. ആ ചിത്തത്തിന് വൃത്തികൾ പലതുണ്ട്. യോഗശാസ്ത്രം വിസ്തരിച്ച് പറയും. വൃത്തയ പഞ്ചതയ്യ, 5 തരത്തിൽ വൃത്തികളുണ്ട്. ക്ലിഷ്ടം, അക്ലിഷ്ടം എന്നൊക്കെ വിസ്തരിച്ചു. അത് യോഗശാസ്ത്രം നോക്കുമ്പോൾ അറിയാം. അവരെയാണ് ചിത്തവൃത്തികളെ കുറിച്ച് ശരിക്കും പഠിക്കുന്ന യോഗത്തിലാണ്. പതഞ്ജലിയുടെ യോഗശാസ്ത്രം നന്നായിട്ട് ഇപ്പോൾ കാണുന്ന യോഗയല്ല, യോഗശാസ്ത്രമായിട്ട് തന്നെ പഠിക്കണം. അതിൽ കൂടി കിട്ടും. അങ്ങനെ പ്രാഗ്ദേഹം കർമ്മ ലക്ഷ്യതയെ ചിത്തവൃത്തിഭിഹി, ചിത്തത്തിൻ്റെ 5 വൃത്തികളിൽ കൂടിയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുമിക്കുന്നത്. മനസ്സുകൊണ്ടല്ല. അനുമിക്കാൻ ചിത്തവൃത്തികളാണ് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ? ഇതിനു മുമ്പ് ജന്മമുണ്ടായിരുന്നുവെന്നും ആ ജന്മത്തിൽ കാരണസ്വരൂപമായ വാസനയിലൂടെ നിലനിൽപ്പുണ്ടായിരുന്നുവെന്നും അതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതെന്നും എന്തു ചെയ്യാണ്? അനുമാനത്തിൽ കൂടി കണ്ടെത്തി അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ബോധ്യപ്പെടുത്തലാണ്. യഥാനുമീയതേ ചിത്തം ഉഭയേന്ദ്രിയേ ഹിതൈ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭി എന്നിങ്ങനെ ഏതാണ്ട് ഒരു ഒഴുകിപ്പോകുന്ന മട്ടിൽ ഞാൻ വ്യാഖ്യാനിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ. ഇത് പൂർണ്ണമാണെന്ന് എനിക്കും അത്ര വിശ്വാസമില്ല. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇത്രയൊക്കെ പറയാൻ പറ്റുന്നതൊരു ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത് അതിനേക്കാൾ ഒരു വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ആരോട് പറയും? എനിക്കിതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിത് ആരോടാണ് പറയേണ്ടത്? നിങ്ങൾ ഇത്രയും പേര് കേൾക്കാൻ തയ്യാറായിട്ട് വന്നപ്പോൾ അതൊരു ഭാഗ്യമാണ്. അത് നിങ്ങളോട് പറയാമല്ലോ. മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പറഞ്ഞു എന്നുള്ള ഒരു സമാധാനം, അതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ ലാഭം. അത് പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിയാൻ, ഓരോ വാക്കിൻ്റെ അർത്ഥം ശരിക്കും അറിഞ്ഞ് പഠിക്കാൻ നമുക്ക് സംസ്കൃത ജ്ഞാനം അനിവാര്യമാണ്. അല്പം സംസ്കൃതം പഠിച്ചാൽ പറ്റും, അനായാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ സംസ്കൃതം പഠിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മുടെ വിചാരമാണ് സംസ്കൃതം ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഗഹനമാണ്, വലിയവർക്കുള്ളതാണ്. ഒന്നുമല്ല, ആർക്കും സിമ്പിളായിട്ട് പഠിക്കാം. ഞാൻ ഇപ്പം മുമ്പ് ഇവിടെ പറഞ്ഞു, ഞാനവിടെ സംസ്കൃതം ഓൺലൈനിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. 10 വർഷത്തോളമായി 450 പേര് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, പല വിഭാഗത്തിലുണ്ട്. 86 വയസ്സുള്ളൊരു അമ്മയുണ്ട്, റിട്ടയർഡ് തഹസിൽദാരാണ്. അവർ സംസ്കൃതം പഠിക്കാൻ വന്നു. ഒന്നും അറിയാൻ മേല, അവർ പഠിച്ചിട്ടേ ഇല്ല. 6 മാസം കൊണ്ട് വിഭക്തി തെറ്റാതെ കാളിദാസനെ കുറിച്ച് 2 പേജ് എഴുതി കാണിച്ചു. 6 മാസം കൊണ്ട് ഒരു വിഭക്തി പിഴയ്ക്കാതെ നന്നായിട്ട് 2 പേജ് കാളിദാസനെ കുറിച്ച് എഴുതി കാണിച്ചു. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ മരുമകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ്. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? ഈ വീട്ടിൽ ഇപ്പോൾ ഈ അമ്മ എത്ര ശാന്തയാണ്, മറ്റേ എൻ്റെ പുറകെ നടന്ന് ആവശ്യമില്ലാതെ വടക്കുണ്ടാക്കുന്നുണ്ട്.
ഒരു പാത്രം എടുത്ത് എന്തിനാ ഇവിടെ വെച്ചത്, ഇത് ഇങ്ങോട്ട് വെച്ചാൽ പോരായിരുന്നു, എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും, ഈ തുണി എന്തിനാ ഇവിടെ വെച്ചത്, ഇത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചുകൂടായിരുന്നു, അപ്പുറേ വെച്ചാലും ഇപ്പുറേ വെച്ചാലും ഫലം ഒന്നാണ്. പക്ഷേ ഇങ്ങനെ കാണുന്നതിന് എടുക്കുന്നതിനൊക്കെ പുറകെ ഈ പാത്രം എന്തിനാ ഇവിടെ വെച്ച് ഇങ്ങനെ ചോദിച്ചു, വേറൊന്നും പറയാനില്ല. വഴക്കുണ്ടാക്കി പകൽ മുഴുവൻ എൻ്റെ പുറകെ നടക്കും. എനിക്കൊരു സ്വസ്ഥതയെ തരില്ല. ഇപ്പം പക്ഷേ അമ്മ കുട്ടികളുടെ കൂടെ ഒരു മേശയും കസേരയിട്ട് ആ മുറിയിലിരുന്ന് മുഴുവൻ സമയവും പഠിക്കുകയാണ്. ഈ വീട് എന്ത് ശാന്തമായി. മറ്റേ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആ ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് പഠിച്ചോളും. അതിൻ്റെ ഫലമാണ് 2 മാസം കൊണ്ട് അമ്മ എഴുതി കാണിച്ചത്. 86 വയസ്സുണ്ട്, പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ആ പ്രായം ഒരു വിഷയമല്ല. ഇപ്പോഴും അമ്മയുണ്ട്, 90 മേലായി. ഇപ്പോഴും അമ്മ എന്നോട് പറയും, ഇപ്പോഴും ഞാൻ മരിക്കരുത് സാറേ. അതെന്താ, ഇത്രയും കാലം ഞാൻ എങ്ങനെയും മരിച്ചാൽ മതി എന്നായിരുന്നു. ഇതൊക്കെ പഠിച്ചിട്ടേ മരിക്കാവൂ, അല്ലേ പിന്നെ ഇതൊക്കെ പഠിക്കും. അതുകൊണ്ട് ഉടനെങ്കിൽ ഞാൻ മരിക്കരുത്, ഇത് മുഴുവൻ പഠിച്ചതിന് ശേഷം എനിക്ക് മരിക്കേണ്ടു. അമ്മ ഫുൾ ടൈം ഇതിലാണ്. ശാസ്ത്രങ്ങളും വേദാന്തവും ഉപനിഷത്തും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചോളൂ. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് വായിച്ച് എഴുതി പഠിച്ച് നോട്ട് തയ്യാറാക്കി ഫുൾ ടൈം ഇതിലാണ്. ആ വീട് എന്ത് ശാന്തമായി. ആ മരുമകളുടെ വാക്കാണ് എനിക്ക് വലിയ രസമായിട്ട് തോന്നുന്നത്. ഇതേപോലെ നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. ആരെയും കുറ്റം പറഞ്ഞ് ചുമ്മാ വീട്ടിൽ പടക്കണ്ടാകാനുള്ളൊരു കാര്യമില്ല. നമുക്കിത് പഠിക്കാം. ഇതിൽ കൂടി വ്യാപരിച്ച് പോകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും ശാന്തമാവും. നോക്കൂ, ആ ഒരു വീട് എന്ത് ശാന്തമായി. ഒരാൾ സംസ്ഥാനം പഠിക്കാൻ പോയതാണ്. ഇതുപോലെ ഒരു വിഷമവും ഇല്ല. നിങ്ങൾക്ക് അനായാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, സംസ്കൃതത്തിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുത്താൽ ഈ ശ്ലോകങ്ങളൊക്കെ വിഷമമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും, ആശയങ്ങൾ അറിയാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഒരു അനുഭവം രമേശ് സാറിനോട് പഠിപ്പിക്കുന്നത് സാറ് പിന്നീട് ജയിച്ചോളും. എൻ്റെ വാർത്തകൾ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു.